കോഴിക്കോട്ടിൽ പെരുമ്പാമ്പ് കയറിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി. സ്നേക്ക് റെസ്ക്യൂ പ്രവർത്തകനെത്തി പാമ്പിനെ പിടികൂടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതോടെയാണ് ആശ്വാസമായത്. എടത്വ തലവടിയിലായിരുന്നു സംഭവം. തലവടി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ തുണ്ടിയിൽ ജോർജ് കുട്ടിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് പെരുമ്പാമ്പ് കയറിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് കോഴിക്കൂട്ടിനുള്ളിൽ പാമ്പിനെ കണ്ടത്. കോഴികളുടെ അസാധാരണമായ ശബ്ദം കേട്ട് വീട്ടുകാർ പരിശോധന നടത്തിയപ്പോഴാണ് വലിയ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. പെരുമ്പാമ്പ് കൂട്ടിലുണ്ടായിരുന്ന ഭൂരിഭാഗം കോഴികളെയും തിന്നുകഴിഞ്ഞിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് വിവരമറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് റെസ്ക്യൂ പ്രവർത്തകനായ ചാർലി വർഗീസ് എത്തി പാമ്പിനെ പിടികൂടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. പെരുമ്പാമ്പിനെ കണ്ടതറിഞ്ഞ് നാട്ടുകാർ ഭീതിയിലായിരുന്നു. പാമ്പിനെ പിടികൂടിയതോടെയാണ് ആശങ്കയൊഴിഞ്ഞത്. എൻ്റെ പേര് ചാർലി വർഗീസ്. കേരള വനം വകുപ്പിന്റെ അണ്ടറിൽപ്പെട്ട ഒരു സർപ്പ വോളണ്ടിയേഴ്സാണ്. സ്നേക്ക് റെസ്ക്യൂ ശാസ്ത്രീയമായി ചെയ്യുവാൻ പരിശീലനം ലഭ്യമാകുകയും അപ്പോൾ തന്നെ ശാസ്ത്രീയമായി റെസ്ക്യൂ ചെയ്തു പോവുകയും ചെയ്യുന്നതായ ലൈസൻസ്ഡ് ഒരു റെസ്ക്യൂറാണ്. കേരളത്തിന്റെ 14 ജില്ലകളിലും സന്നദ്ധ പ്രവർത്തകരാണ്. ഞങ്ങൾ ആരും പാമ്പ് കൊടുത്തക്കാരല്ല. എന്നാൽ ഇവ ഈ പ്രകൃതിയിൽ ജീവിക്കേണ്ടതിന്റെ ആവശ്യമാണ്. എല്ലാവരും പറയും ഞങ്ങൾ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന ജോലിക്കും പാമ്പ് നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ജോലിക്കുമെന്ന് എല്ലാവരും പറയുന്ന ഒറ്റ കാര്യമാണ്, ദോഷമാണ്. സത്യത്തിൽ പാമ്പ് നമുക്ക് ദോഷമേ അല്ല. നമുക്ക് ഇവർ ചെയ്യുന്ന സേവനങ്ങൾ മൾട്ടിപർപ്പസാണ്. എത്രത്തോളം പറഞ്ഞാലും തീരാത്ത നിലകളിലുള്ള ഒരു സഹായമാണ്. നമ്മൾ പാർക്കുന്നിടത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ പരിസരങ്ങൾ പാർക്കും. ഇപ്പോൾ ഈ വീട്ടിലെ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 2-3 കോഴി നഷ്ടപ്പെട്ടതായിട്ട് പറയും. എന്നുള്ളത് ഒഴിച്ചാൽ മനുഷ്യർ ഇവർ ചെയ്യുന്ന സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യനെ മാരകമായി നിൽക്കുന്നതായ ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ മഴയുടെ കാലഘട്ടമാണ്, വെള്ളപ്പൊക്കത്തിന്റെ കാലഘട്ടമാണ്. എലി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഈ ഭൂമിയിൽ ഫുഡ് ചെയിനിൽ ഇതൊരു ഉപകാരികളാണെങ്കിലും ഏറ്റവും കൂടുതൽ മനുഷ്യന് ദോഷം മാത്രമല്ല, 1% പോലും മനുഷ്യന് ഗുണമില്ലാത്ത ഒരു ജീവിയാണ് എലി. എന്നാൽ അവർ ഫുഡ് ചെയിനിൽ വേണം. ഫുഡ് ചെയിനിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളർത്തുന്ന പല സാധനങ്ങളുമൊക്കെ ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോകേണ്ടതായ സാഹചര്യം. ആന്റിവനം നിർമ്മിക്കുന്നത് ഇവരുടെ വനം ഉപയോഗിച്ചാണ്. അഥവാ ഞാനിപ്പോൾ പിടിച്ച പാമ്പിൻ്റെ എന്നുള്ളതല്ല, റെസ്ക്യൂവേഴ്സിൽ നിന്നെല്ലാം പാമ്പുകളെ കളക്ട് ചെയ്ത് അവരെന്ത് ചെയ്യുകയാണ്, കാട്ടിൽ കൊണ്ടുവിടുകയാണ്. ആലപ്പുഴ ജില്ലയിലല്ല, കാട്ടിൽ കൊണ്ടുവിടുകയാണ്. അതുകൊണ്ട് മറ്റ് രീതിയിലൊന്നും കൊണ്ടൊന്നും ഒരിടത്തുനിന്ന് പിടിച്ച് അങ്ങേപ്പുറത്ത് വിടാനും അങ്ങേപ്പുറത്തുനിന്ന് പിടിച്ച് ഇങ്ങേപ്പുറത്ത് വിടാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ ഇത് എടുത്ത് മാറ്റുന്ന എന്തിനാണ്, മനുഷ്യന് ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ. അപ്പോൾ ഈ തലവടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയേച്ച് അരിപ്പാട്ട് വിട്ട് കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. ഇനി അവിടെയും ചെന്ന് പിടിക്കേണ്ടതാരാ, എടുക്കേണ്ടതാരാ, നമ്മൾ തന്നെ. നമ്മുടെ സമയവും നമ്മുടെ സന്ദർഭവും എല്ലാം നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഏതിനത്തിൽപ്പെട്ടാണ് ഇതൊരു വെയിറ്റ് ഉള്ളത്? ഇത് എനിക്ക് തോന്നുന്നു ഒരു 22 കിലോ, 20 കുറയാതെയുള്ള വെയിറ്റ്, ഏകദേശം 20 കുറയാതെയുള്ള വെയിറ്റ് ഉണ്ട്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഇന്ത്യൻ റോക്ക് പൈത്തൺ എന്നറിയപ്പെടുന്ന മലമ്പാമ്പ്, പെരുമ്പാമ്പ് എന്ന മലയാളത്തിൽ വിളിക്കുന്നതായ പാമ്പാണ്. ഷെഡ്യൂൾ 1 വയലേഷൻ എന്ന് പറഞ്ഞാൽ 4 വർഷം മുതൽ 7 വർഷം വരെ നമ്മൾ അകത്ത് പോകും. അപ്പോൾ തന്നെ 25,000 രൂപ മുതൽ മുകളിലേക്കാണ് നമുക്ക് പണിഷ്മെന്റ് ഉണ്ടാകുന്നത്. CDNet ന്യൂസ്, ഹരിപ്പാട്.